സിസ്റ്ററെ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, അതുപോലെ കുടുംബജീവിതത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ കുറവുകളെല്ലാം അവർക്കുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുറവുകളെ മനസ്സിലാക്കി കൃപയിൽ ആശ്രയിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ആ കുറവുകളിലൂടെ തന്നെ കടന്നു പോവുകയാണോ? പല ശിഷ്യരും വീണിട്ടുണ്ട്, അവരൊക്കെ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. തള്ളിപ്പറഞ്ഞ പത്രോസ് പോലും കുറെ കഴിഞ്ഞപ്പോൾ ഏറ്റുപറഞ്ഞു. ആ കുറവുകളിൽ നിന്ന് മാറി കൃപയിൽ ആശ്രയിച്ചപ്പോൾ പത്രോസിനെ സിംഹാസനത്തിലേക്ക് ഉയർത്തി എന്നുള്ളതാ. എന്നാൽ യൂദാസ് എന്ന് പറയുന്ന വ്യക്തി ആ കൃപയിൽ ആശ്രയിക്കാതെ കുറവുകളിൽ ജീവിച്ചു എന്നുള്ളതാണ്. നമ്മൾക്ക് എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ഈ കുറവുകളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. യൂദാസിന് വേണമെങ്കിൽ ഈ 3 വർഷത്തിനുള്ളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ ഏറ്റവും വലിയൊരു വ്യക്തിയുടെ കൂടെയാണ് യൂദാസ് നടക്കണം, യേശുവിന്റെ കൂടെയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എൻ്റെ ജീവിതത്തില് ഞാൻ മാറ്റം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. യേശുവിന്റെ കൂടെ നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരനായതുകൊണ്ടോ കാര്യമില്ല. ഞാൻ മാറണം. യേശു എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം. ഞാൻ യേശുവിനെ പോലെയാകാൻ മനസ്സുണ്ടാകുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ആ കുറവുകള് മൂടി വെച്ച് ഇങ്ങനെ പോകും. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ കുറവുകളിലൂടെ യേശുവിനെ തള്ളിപ്പറയുമെന്നുള്ളതാണ്. നീ നിന്റെ കുറവുകളോട് കൂടി തന്നെ മുന്നോട്ട് പോവുകയാ. അഹങ്കാരം, ആ വാശി, ആ ദുഷ്ടത, ആ തിന്മ കാണുന്ന കണ്ണ് ഇപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. നീ എന്തിയെ കൃപയിൽ ആശ്രയിച്ചത്? അത് മാറ്റാത്തെ. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉള്ളിൽ ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ആ കുറവുമായിട്ട് നീ നടക്കാല്ലേ. എനിക്ക് യോജിച്ചതല്ല, എന്റെ ശിഷ്യനോ ശിഷ്യയ്ക്ക് യോജിച്ചതല്ല അതൊന്നും. നീ എന്ത് മാറ്റാത്തെ? ഇപ്പോഴും ഭർത്താവിനോട് പിണങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളോട് സംസാരിക്കാതെ നടക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധ കുംഭസ്ഥാനത്തിൽ അകന്ന് നടക്കുന്ന വ്യക്തിയാണോ നീ? ഒന്ന് ബൈബിൾ തുറന്ന് വായിക്കാൻ പറ്റാത്ത വ്യക്തിയാണോ? നമ്മൾ ചിന്തിച്ചു നോക്കാം. ഈ കുറവുകളൊക്കെ എനിക്കുണ്ട്, ഈ കുറവുകൾ ഉണ്ടാകും. യേശുതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ നിന്റെ കൂടെയുള്ളവരെ നിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ച കുറവുകളെ കൃപകളാക്കി മാറ്റാൻ അപ്പോഴാ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അതിനെനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം.